മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി തിരുവനന്തപുരം മലങ്കര മേജർ സെമിനാരിയുടെ റെക്ടർ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ സണ്ണി മാത്യു അച്ഛനാണ്. മാർത്താണ്ഡം ഭദ്രാസന അംഗവും കാനൻ ലോയിൽ ഡോക്ടറേറ്റും നേടിയിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛൻ മേജർ സെമിനാരിയിൽ ചാർജ് എടുത്തിട്ട് ഏതാനും മാസങ്ങളെ ആകുന്നുള്ളൂ. ചെറുപ്പത്തിൻ്റെ നല്ല ഊർജ്ജസ്വലതയിൽ ഭാവി വൈദികരെ വാർത്തെടുക്കുന്നതിൽ അച്ഛൻ ഹൃദയപൂർവ്വം ഇടപെടുകയാണ്. ഈ എപ്പിസോഡിൽ മലങ്കര മേജർ സെമിനാരിയെക്കുറിച്ചും സെമിനാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ലോകത്തിൽ ഇത്രമാത്രം പരിശീലന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന മറ്റൊരു സംരംഭം ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് വൈദികൻ എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ ഇതല്ല എങ്കിലും സഭാത്മകമായ കാര്യങ്ങളിൽ നീണ്ട 11 വർഷത്തോളം പഠിച്ച് സഭാ ശുശ്രൂഷകളിൽ പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിക്കുവാൻ ഒരു വൈദികനോട് സാധിക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് വിളിക്കുള്ളിലെ വിളി എന്ന് പറഞ്ഞതുപോലെ ഈ നീണ്ട പരിശീലനത്തിടയ്ക്ക് ഒരു സ്വയം പരിശീലനം, ഒരു സെൽഫ് ഫോർമേഷന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? പരിശീലനം എന്ന് പറയുന്നത് തന്നെ സെൽഫ് ഫോർമേഷൻ ആണല്ലോ. മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നു, ഞാനത് കേൾക്കുന്നു, അവസാനം വരെ ഞാനങ്ങനെ ജീവിക്കുന്നു, അതൊരു പരിശീലനം എന്ന് പറയാനായിട്ട് സാധ്യമല്ല. പ്രത്യേകിച്ച് ഒരു വൈദികൻ, നമ്മുടെ ഇടവകളിലൊക്കെ നമ്മുടെ മിഷൻ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന വൈദികർ ഒരു തനിച്ച് ജീവിക്കുന്നവരാണ്. ആരും അവരെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്നത് ചെയ്യണ്ട എന്ന് പറയാനായിട്ടൊന്നും ഒരു ദൈനംദിന ജീവിതത്തിൽ അവർക്കില്ല. അവർ സ്വയമായിട്ട് തന്നെയാണ് അവരുടെ ജീവിതക്രമം രൂപപ്പെടുത്തിയെടുക്കുന്നതും ജീവിക്കുന്നതും. ഇതെങ്ങനെ സാധിക്കും? അത് സെൽഫ് ഫോർമേഷൻ, സ്വയ പരിശീലനം ആണെങ്കിലേ അത് സാധ്യമാകും. ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി സെമിനറിയിൽ ചേരുമ്പോൾ ഈ പരിശീലനം അതിൻ്റെ പൂർണ്ണതയിൽ അവിടെ കിട്ടുമോ, അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ നിയന്ത്രിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഈ ഫോർമേഷൻ്റെ ആ പീരീഡിൽ 11-12 വർഷങ്ങളുണ്ടല്ലോ, അവിടെ ചില നിയന്ത്രണങ്ങളും ചില സംവിധാനങ്ങളും ചില സമയക്രമങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വയമേ ഇതാണ് ജീവിതക്രമം എന്ന് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്കെല്ലാം ഈ സംവിധാനങ്ങളെല്ലാം, ഈ സമയക്രമങ്ങളും ടൈം ടേബിളും ഒക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ നടക്കുന്നത് സ്വയ പരിശീലനമാണ്. അത് നടന്നില്ലെങ്കിൽ മറ്റൊരു പരിശീലനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ്. പിന്നെ അച്ഛൻ്റെ ചോദ്യത്തിനകത്ത് പറഞ്ഞല്ലോ, മറ്റൊരു പ്രൊഫഷനും ഇല്ലാത്ത തരത്തിൽ, പ്രൊഫഷൻ എന്ന വാക്ക് ഉപയോഗിക്കാമോ എന്നെനിക്കറിയില്ല, എങ്കിലും മറ്റൊരു പ്രൊഫഷനും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നീണ്ട പരിശീലനമാണ് ഇതിൽ ലഭിക്കുന്നത് എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. മറ്റെല്ലാ ജീവിത ക്രമത്തിനും ഉള്ളതിനേക്കാൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഒരു വൈദികൻ്റെ ജീവിതം. കാരണം ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുരൂപമായ ഒരു ജീവിത ശൈലിയല്ല ഒരു വൈദികൻ ഉണ്ടാകേണ്ടതുള്ളതും. ഈ ലോകത്താൽ ത്യജിക്കപ്പെട്ട് കുരിശിലേറ്റപ്പെട്ട യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല ഈ ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഈസിയാണ് എന്ന് തോന്നിയേക്കാം. അങ്ങനെയല്ല. കാരണം ലോകത്തിൻ്റെ മൂല്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കണം. സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ കുരിശിൽ തറയ്ക്കപ്പെടും എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതിനുള്ള സാഹചര്യം വരുമ്പോൾ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കാനും സാധിക്കണം. ഇതൊരു വലിയ ആത്മത്യാഗമാണ്, വലിയ ആത്മത്യാഗം. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു നീണ്ട പരിശീലനം ഉണ്ടായാലേ പറ്റൂ. അല്ലാതെ മറ്റുള്ള പ്രൊഫഷനൊക്കെ അവരുടെ വ്യക്തിപരമായ ജീവിതവും അവരുടെ പ്രൊഫഷനും പലപ്പോഴും രണ്ടായിരിക്കും. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോൾ അവരുടെ പ്രൊഫഷൻ, അവർ വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ വ്യക്തിപരമായ ഇത് രണ്ടും കൂട്ടിക്കലർത്താതെ പോകാനായിട്ട് മറ്റുള്ള എല്ലാത്തിനകത്ത് സാധിക്കും. വൈദിക ജീവിതത്തിൽ അത് സാധ്യമല്ല. ഒരു വൈദികൻ്റെ ജീവിതം തന്നെയാണ് സാക്ഷി. ആ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം ദൈവജനത്തോട് ചേർന്ന് നിൽക്കുന്നത്. ആ ജീവിതം ത്യാഗത്തിൻ്റെ ജീവിതവുമാണ്, സ്വയം ഹനിക്കുന്ന ജീവിതമാണ്. അത്
അത്ര ഈസി അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നീണ്ട പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട്. മാത്രവുമല്ല, ശമ്മാശന്മാർക്കും അവർക്കത് സാധിക്കുമോ എന്നറിയാൻ ഒരു നല്ല കാലഘട്ടം ആവശ്യമാണ്. വ്യക്തിപരമായിട്ട് അവർക്ക് ചിന്തിച്ചറിയാൻ. അപ്പോൾ ഒരു 10-12 വർഷം ഈ പരിശീലനത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. 10-12 വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ തന്നെ എന്നെക്കൊണ്ട് ഈ ഒരു ത്യാഗ ജീവിതം നയിക്കാൻ സാധിക്കുമോ എന്ന് വ്യക്തിപരമായി വിമർശനാത്മകമായി ചിന്തിക്കുകയും അതിന് തയ്യാറെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശീലനം എപ്പോഴും സെൽഫ് ഫോർമേഷനാണ്. അത് പ്രത്യേകിച്ചും വൈദിക പരിശീലനമാകുമ്പോൾ ഒരു നീണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ഒട്ടും നീണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അച്ഛാ, മലങ്കര മേജർ സെമിനാരി സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദർശനത്തിൽ നിന്നും അല്പം കൂടി വിപുലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരണമെന്നാണ് എൻ്റെ ഒരു പ്രത്യേകമായ ചിന്ത. അതായത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ സ്വയം ഭരണാവകാശമുള്ള ഒരു സഭയെന്ന നിലയ്ക്ക് ഭാരതം മുഴുവനും സുവിശേഷ പ്രഘോഷണത്തിനുള്ള അനുവാദം പരിശുദ്ധ സിംഹാസനം നൽകിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ മാർത്താണ്ഡ തമിഴ്നാട് ഭാഗത്ത് മാത്രം ഒതുങ്ങിയിരുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം കണ്ടിരുന്ന നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അവിടെ ഭാഷയുടെ വ്യത്യാസമുണ്ട്, സംസ്കാരത്തിൻ്റെ വ്യത്യാസമുണ്ട്, മറ്റ് ആചാര അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ നമ്മളിനിയും ഈ സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മലങ്കര മേജർ സെമിനാരിയിൽ എങ്ങനെയൊക്കെയാണ് ഈ പരിശീലനം ക്രമപ്പെടുത്തുന്നത്? എല്ലാ സഭകൾക്കും ലോകത്തെവിടെയും സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള അവകാശം ഉണ്ട്. അതാരും കൊടുക്കുന്നതല്ല, മറിച്ച് ഒരു സഭ എന്നുള്ള രീതിയിൽ യേശുക്രിസ്തുവിനെ തന്നെ നേരിട്ട് സ്വീകരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് നമുക്ക് ഇന്ത്യയിൽ മൊത്തം സുവിശേഷം പ്രസംഗിക്കാനുള്ള അവകാശം ആരും തന്നതായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്, മറിച്ച് നമുക്ക് സ്വയമേ ഉള്ളതാണ്. അതെവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്, കർത്താവിൻ്റെ തുടർച്ചയാണ്, കർത്താവിൻ്റെ ആ സുവിശേഷ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വരുന്ന ആ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മൾ തനിച്ചല്ല ഇത് ചെയ്യുന്നത്. കത്തോലിക്ക സഭയിൽ തന്നെ നമ്മളൊരു വ്യക്തിഗത സഭയാണ്, മറ്റ് വ്യക്തിഗത സഭകളുടെ ഒരു കൂട്ടായ്മയുടെ ഉണ്ട്. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് ആ നിയന്ത്രണങ്ങൾ മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നേരത്തെയും നമുക്ക് അവകാശം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചെന്ന് പറയുന്നത് നേരത്തെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് ഒക്കെ മാറി അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏത് ഭാഗത്തും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് പോകുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും സാധിക്കും. സുവിശേഷം പ്രസംഗിക്കുക എന്ന് ഞാൻ പറയുമ്പോഴും ചില സഭാവിഭാഗങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ പ്രസംഗിച്ചു ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുക, മറിച്ച് കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ സുവിശേഷം, ആ സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇന്ത്യയിൽ എവിടെ ആളുകൾ ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പ്രയാസപ്പെടുന്നവരുണ്ടോ, വേദനിക്കുന്നവരുണ്ടോ, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ടോ, ആരോഗ്യമില്ലാത്തവരുണ്ടോ, അവിടെ എല്ലാം കടന്നു ചെല്ലാനും അവർക്ക് ഒരു ദൈവ സ്പർശമായി പ്രവർത്തിക്കാനും ഉള്ള ഉത്തരവാദിത്വം അതിപ്പോൾ നമുക്ക് പണ്ടത്തേനേക്കാൾ കുറേ കൂടെ കൂടുതലായിട്ട് ഇപ്പോൾ വന്നു എന്നുള്ളതാണ്. നമ്മുടെ ശമ്മാശന്മാരെ നമ്മൾ പരിശീലിപ്പിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിൻ്റെയോ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഹ്യൂമൻ ഇൻഡെക്സ് വളർച്ചയുടെ തോത് എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകളോട് ചേർന്ന് നിൽക്കാൻ, ഒരു യഥാർത്ഥ മിഷണറിയാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ആണ് നമ്മുടെ ശമാശന്മാരെ നമ്മൾ പരിശീലിപ്പിക്കുന്നത്. വലിയ ഇടവക സംവിധാനങ്ങളിൽ വികാരിമാരായിരിക്കുക എന്നുള്ള ആ ബോധ്യത്തെക്കാൾ കൂടുതൽ, ആ പരിശീലനത്തെക്കാൾ കൂടുതൽ സാധാരണ ജനത്തോട് ചേർന്ന് നിന്ന് അവരുടെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒക്കെ സഹതപിക്കാനും അവരോട് ചേർന്ന് ജീവിക്കാനും കഴിവുള്ള വൈദികരെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മളിവിടെ ശ്രമിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമുക്ക് മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
ഞാൻ ഈ പറഞ്ഞതുപോലെ മിഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വലിയ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ പള്ളികളോ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വൈദികർ പോയി ആളുകളോട് ചേർന്ന് ജീവിച്ച് യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹ സാക്ഷ്യം കൊടുക്കുന്നു. അത് എല്ലായിടത്തും ഇപ്പോൾ പലയിടങ്ങളിലും നടക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി മലങ്കര കത്തോലിക്ക സഭയിലെ വൈദികർ അത് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു പരിശീലനം നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഇത്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് കേരള സഭയിലും ഭാരത സഭയിലും ലോകമെമ്പാടും വൈദിക സമർപ്പിത ജീവിതത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചർച്ചയ്ക്ക് പൊതുവിഷയമാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ മുൻനിർത്തി കണ്ടുകൊണ്ട് ഈ പരിശീലന കാലത്തിൽ എന്തൊക്കെയാണ് പുതുതായി നമ്മൾ കൂട്ടിച്ചേർക്കാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മുടെ പരിശീലന കാലഘട്ടത്തിൽ ഇനിയും എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? വെല്ലുവിളികൾ എന്ന് പറയുന്നത് സഭയ്ക്ക് എന്നും ഉണ്ടായിരുന്നു, ഇന്ന് മാത്രമല്ല എല്ലാ കാലത്തും. നമ്മുടെ കർത്താവിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതുമുതൽ ഇന്ന് വരെയും സഭ എന്നും പീഡിപ്പിക്കപ്പെട്ടുള്ള സഭയാണ്. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഭ അതിനെക്കുറിച്ച് വിമർശനങ്ങളെക്കുറിച്ചും പരിഹാസങ്ങളെക്കുറിച്ചും ഒന്നും സഭ അമിതമായി ആകുലപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവിൻ്റെ സന്ദേശത്തോട് ജീവിതത്തോട് ചേർന്ന് നിൽക്കുക, യേശു ക്രിസ്തുവിനോട് വിശ്വസ്തയായിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് സഭ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. ലോകത്തിൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായി നമ്മൾ പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾ വിമർശിക്കപ്പെടും. അതിൽ അതിശയമൊന്നുമില്ല. നമ്മൾ ഈ വിമർശനം മുഴുവൻ നിർത്തണം, എപ്പോഴും നമ്മളെ ആളുകൾ അനുകൂലിച്ച് സംസാരിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. ഏതൊരു പാട്ടിൻ്റെ ഒരു വരി ഓർമ്മ വരുന്നുണ്ട്. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ടിനകത്ത് നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. സഭ ഓരോ ദിവസവും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്തിനാണ് ഈ പേര്? ലോകത്തിൻ്റെ പേരൊന്നും നമുക്ക് വേണ്ട, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ ഇന്നത്തെ കാലത്തും വെല്ലുവിളികളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തേത്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ലോകത്തിൻ്റെ ചിന്താഗതികൾക്ക് വിരുദ്ധമായി ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് കർത്താവിനെ ക്രൂശിച്ചതുപോലെ തന്നെ നമ്മളെ ക്രൂശിക്കും. വിഷമിക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ ചിലപ്പോഴെങ്കിലും സമർപ്പിത ജീവിതക്കാരുടെയും വൈദികരുടെയും ഒക്കെ മാനുഷികമായ ബലഹീനതകളും കടന്നു വരുന്നുണ്ട്. ആ വിമർശനങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ട് ഒരു സ്വയവിമർശനം നടത്തി എവിടെയാണ് തെറ്റിപ്പോയതെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ വിശ്വസ്തയോടുകൂടി, ക്രിസ്തുവിനോട് വിശ്വസ്തയോടുകൂടി നിൽക്കാനും പരിശ്രമിക്കണം. അപ്പോൾ ഇതാണ് ശമാശന്മാരെയും പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, എല്ലാ വിമർശനങ്ങളെയും നമ്മൾ കേൾക്കുക, പക്ഷേ ഒന്നിനോടും അമിതമായി പ്രതികരിക്കാതിരിക്കുക, നല്ലതിനെ ഉൾക്കൊള്ളുക, അകാരണമായ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ അവഗണിക്കാനും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനും പഠിക്കുക. ഇതാണ് പരിശീലനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയയുടെയൊക്കെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളൊന്നും നമ്മൾ പറയുന്ന രീതിയിലൊന്നും ഒതുങ്ങുകയില്ല. അത് മനസ്സിലാക്കി കുറേ കൂടെ നമ്മളെ നിയന്ത്രിച്ച് വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുക. അതിനാണ് ഇന്നത്തെ കാലത്തിന് ശമാശന്മാരെ നമ്മൾ ഒരുക്കേണ്ടത്. വൈദിക പരിശീലനത്തിൽ നല്ല ദൈവവിളികൾ ഉണ്ടായാലേ പരിശീലനം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ പറ്റുകയുള്ളൂ. ഏത് കാര്യത്തിലും അതിൽ അത്രമാത്രം ശ്രദ്ധയുള്ള സമർപ്പണ ബുദ്ധിയുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനോട് ആഭിമുഖ്യമുള്ളവർ വന്നെങ്കിൽ മാത്രമേ പരിശീലനം വിജയിക്കുകയുള്ളൂ. അതേത് മേഖലകളാണെങ്കിലും. അപ്പോൾ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ, കണ്ടെത്തുന്ന കാര്യത്തിൽ മലങ്കര മേജർ സെമിനാരി എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത്? അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്,
നല്ല ദൈവവിളികളുണ്ടാകണം. അതെവിടെ ഉണ്ടാകും? നല്ല കുടുംബങ്ങളിലുണ്ടാകും. നല്ല മാതാപിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ പണത്തെക്കുറിച്ചോ പ്രതാപത്തെക്കുറിച്ചോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും അല്ല. പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, അവിടെ നല്ല ദൈവവിളി ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ നമ്മളെടുത്താൽ, അവർ ദൈവവിളി സ്വീകരിച്ച് വന്നാൽ തീർച്ചയായിട്ടും അവർ നല്ല വൈദികരായിരിക്കും. സഭയ്ക്കും സമൂഹത്തിനും സമർപ്പിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അതിന് വീണ്ടും നമ്മുടെ കൊടുക്കുന്ന പരിശീലനം കുറേ കൂടെ അവരെ പ്രാപ്തരാക്കും എന്നുള്ളതാണ്. സത്യത്തിൽ ദൈവവിളി അതുകൊണ്ട് രൂപപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മടിത്തട്ടിലാണ് ദൈവവിളി രൂപപ്പെട്ട് വരുന്നത്. നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ ഒരു സൈഡിൽ. ഇനി നമ്മുടെ സെമിനാരിയിൽ നിന്ന് ഇത് പരിപോഷിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശമാശന്മാരുടെ പങ്കാണ്. ജീവിത സാക്ഷ്യത്തെക്കാൾ, ലിവിങ് വിറ്റ്നസ്സിനെക്കാട്ടിൽ വേറെ വലിയ വിറ്റ്നസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ശമാശന്മാരാണ് അവരിടവുകളിൽ പോകുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിൽ പല പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോഴൊക്കെ അവരുടെ ആ ജീവിതചര്യയും അവരുടെ ദൈവാഭിമുഖ്യവും ഒക്കെ കണ്ടുകൊണ്ടാണ് പലപ്പോഴും ദൈവവിളികൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ദൈവവിളി ഉണ്ടാകാം, നേരത്തെ തന്നെ മാതാപിതാക്കളുടെ മടിത്തട്ടിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ദൈവവിളി. പക്ഷെ അത് മനസ്സിലാക്കാൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, മറ്റുള്ളവർക്ക് സാധിക്കുന്നത് നമ്മുടെ ശമാശന്മാരെയൊക്കെ കാണുമ്പോഴാണ്. അതുകൊണ്ട് സെമിനറി എപ്പോഴും ശമാശന്മാരോട് പറഞ്ഞു വിടുന്ന ഒരിതാണ്, നിങ്ങൾ വെളിയിലിറങ്ങുമ്പോൾ ഈ സെമിനറിയുടെ അഡ്രസ്സ് നിങ്ങളാണ്. ഈ സെമിനറി എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന നിങ്ങളാണ് ലിവിങ് വിറ്റ്നസ്. ഈ സാക്ഷ്യം അവർ കൊടുക്കുമ്പോൾ ധാരാളം ദൈവവിളി ഉണ്ടാകുന്നു. നമുക്കതുകൊണ്ട് ഇപ്പോൾ ഉള്ള ദൈവവിളികളെല്ലാം അങ്ങനെ ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അധികം വേദനിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നമുക്ക് ദൈവവിളികൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, സ്നേഹത്തോടെ ജീവിക്കുന്ന മാതാപിതാക്കന്മാരുള്ള കുടുംബങ്ങളിൽ അവിടെ നിന്നാണ് ദൈവവിളി വരുന്നത്. ആ ദൈവവിളി സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ശമാശന്മാർ വെളിയിലിറങ്ങിക്കഴിയുമ്പോൾ നല്ല ജീവിത സാക്ഷ്യവുമാണ് അവർ കൊടുക്കുന്നത്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇപ്പം ചെയ്യുക. ഓക്കെ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നല്ല ദൈവവിളികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ല ദൈവവിളികളെ കണ്ടെത്തുവാൻ നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികളെന്ന് അച്ഛൻ സൂചിപ്പിച്ചു. എന്നാൽ അതിനെ കൂടുതൽ പ്രായോഗികമായ തലത്തിൽ എങ്ങനെയാണ് നമുക്കത് കണ്ടെത്താനായിട്ട്, അതിനുള്ള എന്തൊക്കെ ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്? സെമിനാരിൽ നിന്ന് ഡയറക്റ്റായിട്ടല്ല എങ്കിലും ഓരോ രൂപതകളും ധാരാളം സംരംഭങ്ങൾ ഇതിനു വേണ്ടി നടത്തുന്നുണ്ട്. അവരുടെ ശ്രമങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് മലങ്കര സെമിനാരിയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും രൂപതകളിൽ നടത്തുന്ന എല്ലാ പരിപാടികളിലും നമ്മുടെ ശമാശന്മാരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, സജീവമായ പങ്കാളിത്തം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരുപക്ഷെ ഈ 1-2 വർഷങ്ങൾ കോവിഡ് കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചില്ല എങ്കിലും MBOC നടത്തുന്നതിൽ നമ്മുടെ ശമാശന്മാർ കൊടുക്കുന്ന സേവനം നിസ്തുലമായ സേവനമാണ്. ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു ശമാശൻ്റെ സേവനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം അതിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നത് അവിടുത്തെ യുവജനങ്ങളും കൊച്ചുങ്ങളുമാണ്. കാരണം അവരെത്രത്തോളം ഈ ശമാശന്മാരുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, ശമാശന്മാർ അവരോട് താതാത്മ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെയൊക്കെ അടയാളമാണ്. അപ്പോൾ അങ്ങനെ അത് ആ സ്ഥലത്തൊക്കെ അവരുടെ വലിയ ജീവിതസാക്ഷി അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവവിളി ക്യാമ്പുകളൊക്കെ രൂപതകളിൽ അവരുടെ ആഭിമുഖ്യത്തിൽ നടക്കുമ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ വൈദികരുടെ സേവനമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ശമാശന്മാരുടെ സേവനമാണെങ്കിൽ അങ്ങനെ ഒക്കെ നമ്മൾ കൊടുക്കുന്നു. അച്ഛാ, നമ്മൾ നീണ്ട ഈ 11 വർഷത്തെ ക്ലാസ് മുറികളിലെ പഠനം അത് വളരെ നല്ല ഒരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ട് ഈ നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ, ഒരു വൈദികന നിലയ്ക്ക് പുറത്തിറങ്ങി ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊരു പ്രായോഗികമായ ജ്ഞാനം കൂടി അത്യാവശ്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ സെമിനാരി ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പരിശീലനത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. പാസ്റ്ററൽ ഫോർമേഷൻ, അജപാലനപരമായ ഒരു പരിശീലന ഭാഗം. ഇത് കൂടുതലും നടക്കുന്നത്
പ്രായോഗിക തലത്തിലാണ്. നമ്മുടെ ശമാശന്മാർ ഇവിടെ പഠിക്കുമ്പോൾ തന്നെ എല്ലാ വാരാന്ത്യങ്ങളിലും പള്ളികളിലേക്ക്, ഇടവകളിലേക്ക് പോകുന്നു, മിഷനുകളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നമ്മുടെ വികാരിയച്ചന്മാരോട് ചേർന്ന് നിന്ന് അവരെ എല്ലാ തരത്തിലും സഹായിക്കുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രായോഗിക ജ്ഞാനം കണ്ടു പഠിക്കുന്നു അവരാദ്യം. അതേസമയം തന്നെ അവിടെ ഇടവകയിൽ നടക്കുന്ന എല്ലാ പരിപാടികളും ഇവരുടെ സജീവ പങ്കാളിത്തം അവർ കൊടുക്കും. അപ്പോൾ അത് ചെയ്യുന്നത് വഴി അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു വളർച്ച, പ്രായോഗിക ജ്ഞാനം അവർ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സൺഡേ മിനിസ്ട്രി അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരിതാണ് ഈ അജപാലനപരമായൊരു ആഭിമുഖ്യം വളർത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ ധാരാളം പാവപ്പെട്ട ആളുകളാണല്ലോ. സെമിനാരിയിൽ അപ്പോസ്ലേറ്റ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ധാരാളം ചെറിയ ചെറിയ പരിപാടികൾ നടത്തുകയും ഫണ്ട് സമാഹരിക്കുകയും ശമാശന്മാർ തന്നെ സമാഹരിക്കുകയും അത് അവർ തന്നെ പാവപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് വീട് വെക്കുന്നതിനാകാം, അല്ലെങ്കിൽ വിവാഹ സഹായമാകാം, മെഡിക്കൽ ഹെൽപ്പാകാം, അങ്ങനെ പലതരത്തിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ്, അങ്ങനെ പലതരത്തിൽ അവരത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പഠന കാലഘട്ടമായതുകൊണ്ട് വലിയ തുകയുടെ കാര്യങ്ങളായിരിക്കില്ല, പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. അതോടൊപ്പം ഹോസ്പിറ്റൽ മിനിസ്ട്രി ഉണ്ട്, ജയിൽ മിനിസ്ട്രി ഉണ്ട്. പിന്നെ ഈ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള മറ്റ് സെമിനാർ, കത്തോലിക്ക സഭയിലെ എന്ന് മാത്രമല്ല, അത് മറ്റ് സഭാ വിഭാഗങ്ങളിലെ സെമിനാരിക്കാരുമായിട്ടൊക്കെ അടുത്തിടപഴകാനും ആ സഭകളുമായിട്ട് കുറേ കൂടുതൽ പരിചയം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പാസ്റ്റൽ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെ പ്രധാനമായിട്ട് ഇവർ വെളിയിലേക്ക് പോകുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവ ജനത്തോട് ചേർന്ന് നിൽക്കാൻ പഠിക്കുന്നു. അതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ പ്രായോഗിക തലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മലങ്കര കാത്തലിക് TV-യുടെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് അച്ഛൻ വന്നതിലും മലങ്കര സെൻറ്റ് മേരീസ് മേജർ സെമിനാരിയെക്കുറിച്ചും പരിശീലന കാലഘട്ടത്തെക്കുറിച്ചും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി പറഞ്ഞു തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി.